ഹലോ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അനിയൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക്, അനിയത്തിയുടെ വീട്ടിൽ ചേർത്തലയാണ്. അപ്പോൾ അവിടെ പോയതാട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ടില്ല. അപ്പോൾ കണ്ടോ, അവിടെ കായലുണ്ട്. അപ്പുറത്ത് 2-3 പേരൊക്കെ ഉണ്ടില്ലേ, അവർ ഇങ്ങനെ കക്ക എടുത്തിട്ട് കക്ക പുഴുങ്ങുകയാണ് ചെയ്യണത്. അപ്പോൾ എനിക്കൊരാഗ്രഹം പറഞ്ഞു വഞ്ചിയിൽ കയറണം കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ അച്ഛൻ ഇങ്ങനെ കക്കയൊക്കെ എടുക്കാൻ പോവാറുണ്ട് കായലിലേക്ക്. അപ്പോൾ അതിൽ വഞ്ചിയിലാണ് പോവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ കുളവാഴ എന്ന് പറയുന്ന കണ്ടോ, കുറച്ചിങ്ങനെ നിറഞ്ഞു കിടക്കുക അതിൽ കൂടെ വരാൻ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കടന്നപ്പോൾ നല്ല സ്പേസ് ആയപ്പം അതിലൊരു മോട്ടർ വെച്ചിട്ട് അതിൽ സ്പീഡാക്കി കേട്ടോ. നല്ല രസമാട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പീഡിൽ പോകുമ്പോൾ നല്ല തണുപ്പും അപ്പുറത്ത് ഇങ്ങനെ വീടുകളും, ആ വീടിൻ്റെ മുമ്പിൽ അവർക്ക് കായലൊക്കെ ആകുമ്പോൾ നല്ല രസമല്ലേ. ഇത് കണ്ടോ, ഇത് ഒരു കക്ക പുഴുങ്ങണതാട്ടോ. അതിൽ കക്ക പുഴുങ്ങിയിട്ട് അവർ തോടൊക്കെ കളഞ്ഞ് പുറത്ത് വിൽക്കാൻ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക്, അനിയത്തിയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അവിടെ താറാവിനെ വളർത്തേണ്ട, അതുപോലെ തന്നെ കായലിൻ്റെ ഒരു ഭാഗമുണ്ട്. എല്ലാവരും കൂടുതലും ഇടയിൽ ഇങ്ങനെ വഴിയിലൊക്കെ പോകണമെങ്കിൽ ഇവർ വഞ്ചിയിലാട്ടോ പോവാറ്. പിന്നെ അവിടെ മീൻ പിടിക്കും, നല്ല മീനൊക്കെ കിട്ടും, കായൽ മീൻ. ഞങ്ങൾ സെൽഫി എടുത്ത് ഇവിടെ ഒരു പ്രഹസനം നടത്തിയതാണ്. പിന്നെ അവർ വഞ്ചി, അനിയത്തിയുടെ ചേച്ചിയുടെ വീട്ടിൽ വഞ്ചി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ പുതുമ, നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കൗതുകമൊക്കെ തോന്നും ഇത് കാണുമ്പോൾ. 2 വഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ എന്തേ കണ്ടോ, വേറൊരു വഞ്ചിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് അതൊക്കെ ഇങ്ങനെ കാണണേ. പിന്നെ അവിടെ ചെന്നപ്പോഴും അവിടെയും വലിയൊരു കായലൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ കുറേ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒരു ദിവസം കൊണ്ട് തീരില്ലായിരുന്നു കാണാൻ. ഇനി ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ പോയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് നേരമൊക്കെ വൈകിട്ടോ, ഒരുപാട് വൈകി, 9:30 ആയി വീടെത്തുമ്പോൾ. അപ്പം അങ്ങനെ ബ്ലോക്ക് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് വീടെത്തി.